ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് പൗർണമിയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം പൗർണമിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ മാസത്തിലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പൗർണമി വരുന്നത് ഈ തിങ്കളാഴ്ചയാണ്, അതായത് 29-ാം തീയതിയാണ്. ജൂൺ 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 3:33 മുതലാണ് ജൂൺ 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5:26 വരെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പൗർണമി വന്നിരിക്കുന്നത്. അതായത് പകലും രാത്രിയും പൗർണമി തിഥി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പൗർണമി തിഥിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭയങ്കര പവർ കൂടുതലുള്ള സമയമാണ്. വാട്ടർ മാനിഫെസ്റ്റേഷനെ കുറിച്ച് കഴിഞ്ഞ മാസത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊരു കാരണവശാലും മിസ് ചെയ്യരുത്. അതെങ്ങനെയാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചില്ലു കുപ്പിയിൽ കുറച്ച് ജലം എടുത്തിട്ട്, അതായത് ഒരു ചില്ലു കുപ്പി, ഒരു ചില്ലു ഭരണിയിൽ, ചില്ലു ഗ്ലാസ് ആണെങ്കിലും ആകാം, പക്ഷേ അത് അടച്ചു വെക്കാൻ പറ്റണം. അതിൽ നിങ്ങൾ ജലം നിറയ്ക്കുക. കുടിക്കാൻ പറ്റുന്ന ജലം വേണം നിറയ്ക്കാൻ. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു എന്താണ് നിങ്ങൾക്ക് നടക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഗ്രഹിച്ചുകൊണ്ട് അത് ഭഗവാനെ, ചന്ദ്രനെ നോക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഈ സമയത്ത്, മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. എന്നാലും മാക്സിമം ശ്രമിക്കണം, നമുക്ക് ഭഗവാൻ കാട്ടിത്തരും. അപ്പോൾ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, പുറത്തിരിക്കാൻ പറ്റുന്നിടത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം. ഇത് പുറത്ത് വെക്കാൻ പറ്റുമെങ്കിൽ പുറത്ത് വെക്കാം. പുറത്ത് വയ്ക്കുമ്പോൾ ഉള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, സൂര്യകിരണങ്ങൾ പതിക്കുന്നതിന് മുമ്പ് ഇതെടുത്ത് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ സ്പീഡിൽ ഈ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കുപ്പിയിൽ ജലം നിറച്ചതിന്, കുടിക്കാൻ പറ്റുന്ന ജലം നിറച്ചതിന് ശേഷം ആ കുപ്പിയിൽ നിങ്ങൾ കൈവച്ചിട്ട് പ്രാർത്ഥിക്കണം. ഭഗവാനോട് ആദ്യം പ്രാർത്ഥിക്കണം. അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആഗ്രഹം, നടക്കാനുള്ള ആ ഒരു വലിയ ആഗ്രഹം, ഫിനാൻഷ്യലി ഉള്ള കാര്യമാണോ അല്ലെ രോഗങ്ങളാണോ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, വിവാഹമോ ജോലി എന്തായിക്കോട്ടെ, അത് പ്രാർത്ഥിക്കുക. അത് മാനിഫെസ്റ്റ് ചെയ്യുക. അത് കയ്യിൽ വെച്ചിട്ട് ഉറപ്പായിട്ട് നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ നടത്തിയത് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 4 വർഷം മുൻപ് ഞാൻ ആദ്യമായി ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിന് വേണ്ടിയാണ്. എനിക്കതൊരു 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ചന്ദ്രൻ്റെ കിരണം അടിക്കത്തക്ക രീതിയിൽ നിങ്ങളത് വയ്ക്കണം. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ചന്ദ്രൻ്റെ ഒരു വെളിച്ചം നമ്മളിലേക്ക് അടിക്കുന്ന രീതിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഭയങ്കര പവർ കൂടുതലാണ്. വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളത് ആ ചന്ദ്രൻ്റെ കിരണങ്ങൾ ഏൽക്കുന്നിടത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇതെടുത്ത് കുടിക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇതെടുത്ത് കുടിക്കുക എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കാൻ നിൽക്കരുത്. ഉദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പവർ പോകും. അതിന് മുമ്പ് നിങ്ങൾ അതെടുത്ത് കുടിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കാര്യമേ അങ്ങ് വിട്ടേക്കട്ടോ. അല്ലാണ്ട് ഇത് ഞാൻ കുടിച്ചു, ഇപ്പോൾ എനിക്ക് വിചാരിച്ച കാര്യം നടക്കുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് തന്നെ വിശ്വസിച്ചോളൂ. നടക്കുക തന്നെ ചെയ്യും കേട്ടോ. നടന്നിട്ടുള്ളവർ നമ്മുടെ വീഡിയോയ്ക്കിടയിൽ പിന്നീട് വന്ന് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കും. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്, ചന്ദ്രമൗലീശ്വരായ നമ, ചന്ദ്രമൗലീശ്വരായ നമ, ചന്ദ്രമൗലീശ്വരായ നമ എന്ന് 108 തവണ പ്രാർത്ഥിക്കണം, ചൊല്ലണം നിങ്ങൾ. ഇതും നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ മാസത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ചന്ദ്രമൗലീശ്വരായ നമ്മ 108 തവണ ചൊല്ലണം. നിങ്ങൾക്കിതിൽ എന്തൊക്കെ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം കേട്ടോ. ഏറ്റവും പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം നമ്മൾ പൗർണമിയെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റത്തിൻ്റെ സമയം അന്നേരം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ മിഥുനമാസത്തിലെ പൗർണമി അനുഷ്ഠിച്ചാൽ നമുക്ക് സാമ്പത്തിക ഉന്നതി ലഭിക്കും. പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ഈ പൗർണമി പ്രയോജനപ്പെടുത്താം. ഇതിന് പൗർണമി ചൊല്ലുന്ന മന്ത്രങ്ങൾക്കൊക്കെ ഒരുപാട് ഫലങ്ങൾ കിട്ടുന്ന മന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്
പ്രത്യേകമായി പറയുന്നത്. പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലുക, അതായത് ചന്ദ്രനെ നോക്കിയിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുക. അത് ചിലർക്ക് പറ്റാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. സാധിക്കുന്നവർക്ക് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ വേണ്ട, പറ്റുവാണെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുക. അതായത് സന്ധ്യയ്ക്ക് പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ഭയങ്കര ഗുണം ചെയ്യുന്നതാണ്. സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ നമ്മുടെ പണപ്പെട്ടിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം സെയിം കാര്യങ്ങളാണ് വന്നത്. നിങ്ങൾക്ക് പിന്നെയും അത് പറഞ്ഞ് നിങ്ങളിലേക്ക് ഇതാക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഈ പൗർണമിയെ വളരെ പ്രയോജനപ്പെടുത്തണം. ലക്ഷ്മി പൂജ പൗർണമിയിൽ ചെയ്യാൻ യാതൊരു കാരണവശാലും മടി കാണിക്കരുത്. ലക്ഷ്മി പൂജ പൗർണമിയിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജയ്ക്ക് നല്ല പവറുണ്ട്. യാതൊരു തരത്തിലുള്ള മടിയും അതിന് കാണിക്കരുത്. മുല്ലപ്പൂ വെച്ച്, മണമുള്ള പൂക്കൾ വെച്ച് ദേവിക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ നിവേദ്യം വെക്കണം. നിവേദ്യം നമ്മൾ വെള്ളിയാഴ്ചകളിൽ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ ദേവിക്കൊരു പാൽപ്പായസം സമർപ്പിക്കാമെങ്കിൽ അത് ഭയങ്കര ഉത്തമമാണ്. മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നത് വളരെ കേമാണ്. അത് ഭയങ്കര ഒരു പ്രയോജനം നിങ്ങളിലുണ്ടാകും. എന്നിട്ട് നല്ല മണമുള്ള ധൂപ ആരതിയൊക്കെ കൊടുത്തിട്ട് നല്ല ദേവിക്ക് നല്ല മണമുള്ള പൂക്കൾ സമർപ്പിച്ച് ദീപവും ധൂപവും ഒക്കെ പുകച്ച് നമ്മൾ മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ചൊല്ലി നിങ്ങൾ അന്നത്തെ ദിവസം ലക്ഷ്മി ദേവിയുടെ സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓപ്പണായിട്ടുള്ള ഒരു കോലായിലോ, അതായത് സിറ്റ് ഔട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറ്റുവെച്ചാൽ അതും ചെയ്യണം. ഈ വെള്ളം കുപ്പിയിൽ വെച്ചിട്ട് മാനിഫെസ്റ്റേഷൻ അത് ഒരു കാരണവശാലും മറക്കരുത്. പിന്നെ നമ്മൾ പിന്നീട് ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മല്ലിയിലയുടെ വേരിൻ്റെ കാര്യം. മല്ലിയില അത് ഒത്തിരി പേര് സംശയം ചോദിച്ചിട്ടുള്ളതാണ്. മല്ലിയിലയുടെ വേര് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു കിഴി കെട്ടി വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കാര്യവും നമ്മൾ കഴിഞ്ഞ പൗർണമിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്? ധന ആകർഷണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈ മല്ലിയിലയുടെ കിഴി കെട്ടിയിട്ടുള്ള വെക്കുന്നതും, അല്ലെങ്കിൽ അത് വെക്കുന്നത് പച്ച നിറത്തിലുള്ള തുണിയിലാണ് മല്ലിയിലയുടെ വേര് വെക്കേണ്ടത്. അതിപ്പോൾ മല്ലിയില വാങ്ങിച്ചിട്ട് അതിൻ്റെ വേര് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതൊക്കെ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ജാതിക്കയാണ് വെക്കുന്നത്. 3 ജാതിക്കയായിട്ട് പണം വെക്കുന്ന ബോക്സിൽ വെക്കാം, സ്വർണം വെക്കുന്നിടത്ത് വെക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ചന്ദ്രമൗലീശ്വരായ നമ 108 തവണ ചൊല്ലണം എന്ന് പറയുമ്പോൾ ആ 108 തവണയിൽ നിർത്തുകയല്ല. നിങ്ങൾക്ക് എത്ര ചൊല്ലാമോ നാളെ 108 നിങ്ങൾ എത്ര ചൊല്ലുന്നോ, എത്ര പ്രാവശ്യം ചന്ദ്രമൗലീശ്വരായ ചൊല്ലുന്നോ അതിൻ്റെ പ്രയോജനം അത്ര കണ്ട് ഇരട്ടിച്ച് നിങ്ങളിലേക്ക് അത് പ്രയോജനമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. കാരണം നമുക്ക് വളരെ കുറവാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ. നമ്മളിലേക്ക് ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളെയും നമ്മൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മളുടെ ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഓരോ അവസരങ്ങളും നമ്മുടെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരങ്ങളും നേടിയെടുക്കണം. അപ്പോൾ ഇത് വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെനിക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുള്ളതൊരു ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേര് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുറത്തിരുന്ന് പുസ്തകത്തിൽ നോക്കി ചൊല്ലണം. അപ്പോൾ ചന്ദ്രഭഗവാനെ നോക്കിക്കൊണ്ട് ചൊല്ലാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതെല്ലാം ചെയ്യണം എന്നല്ല നിങ്ങളോട് പറയുന്നത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അതിപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കയ്യിലൊരു കുപ്പി വെച്ചിട്ടുള്ള പ്രാർത്ഥന. അത് എൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ എനിക്ക് ഈ പൗർണമിയിൽ പ്രയോജനം ഉണ്ടായിട്ടുള്ളതാണ്. അത് ഇന്നലെ നിന്നുള്ള 4 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മുതൽ ഞാൻ ഈ പൗർണമി ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. കാരണം ഞാനിത് കാത്തിരുന്ന് അതിൻ്റെ ഭഗവാനെ അത്രയും ഇഷ്ടത്തോടു കൂടി കാത്തിരുന്നാണ്. പച്ചരി കയ്യിൽ വെച്ചിട്ട് ചന്ദ്രമൗലീശ്വരായ ചൊല്ലുമ്പോൾ ഒരു പിടി പച്ചരി കയ്യിൽ വെച്ചിട്ട് ചന്ദ്രമൗലീശ്വരായ നമ, ചന്ദ്രമൗലീശ്വരായ നമ, ചന്ദ്രമൗലീശ്വരായ നമ എന്ന് ചൊല്ലാം. അതൊക്കെ നമ്മളുടെ സമ്പത്തിനെയും സർവ്വ ഐശ്വര്യത്തെയും നിങ്ങളിലേക്ക് ആകർഷിക്കും. വളരെ ചെറിയ കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു വലിയ നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല. അതിൽ നിങ്ങൾക്ക് ലക്ഷ്മി പൂജയ്ക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉള്ളവർ, പീരീഡ്സ് ആയവർ ലക്ഷ്മി പൂജ ചെയ്യരുത്.
ലക്ഷ്മി പൂജയ്ക്ക് നിങ്ങൾക്ക് ഇന്നത് കുറഞ്ഞു പോയി എന്നുകൊണ്ട് ലക്ഷ്മി പൂജ ഒരു കാരണവശാലും നിങ്ങൾ മാറ്റി വെക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഏതൊരു മണമുള്ള പൂവാണ്, ഒരു റോസാപ്പൂ കിട്ടിയാൽ അത് സമർപ്പിക്കാം, മുല്ലപ്പൂവ് സമർപ്പിക്കാം ദേവിക്ക്. പിന്നെ പാൽപ്പായസം ഉണ്ടാക്കി വെക്കാം. പാൽപ്പായസം പായസം ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലൊന്നില്ല വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത്തിരി പാല് കാച്ചി ദേവിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, പഞ്ചസാര സമർപ്പിക്കാൻ. നമുക്ക് എന്താണോ ഉള്ളത്, എപ്പോഴും ദീപം തെളിയിക്കുന്നത് നല്ലെണ്ണയിലായിരിക്കണം. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പോവുക. ഈ വാട്ടർ മാനിഫെസ്റ്റേഷന് രാവിലെ സൂര്യൻ ഉദിക്കുന്നിടം വരെ ഒരു കാരണവശാലും വെള്ളം പുറത്ത് വെക്കരുത്, അതിൻ്റെ എനർജി പോകും. അപ്പോൾ അത് രാവിലെ ഒരു 5 മണിക്കൊക്കെ എണ്ണീച്ച് ആ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യണം, കുടിക്കണം. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം, നമ്മളിത് മുൻപ് കഴിഞ്ഞ മാസത്തെ പൗർണമി ദിവസത്തിൽ ധനവരവിന് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിഥുന മാസത്തിലെ ഈ പൗർണമി ഒരാൾ മിസ് ചെയ്യരുത്. അത് ഈ 29-ാം തീയതിയാണ്. അപ്പം അത് മിസ് ചെയ്യാതെ ഈ കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന, ഇപ്പോൾ നിങ്ങളുടെ ബോക്സിൽ പണം വെക്കുന്നിടത്ത് ജാതിക്ക കിട്ടുന്നത് ചിലയിടത്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതിക്ക നിങ്ങൾക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചാൽ കിട്ടും. പിന്നെ ഈ അങ്ങാടി കടകളിൽ കിട്ടും. പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ചെന്നാൽ ജാതിക്ക കിട്ടും. 3 ജാതിക്കയും പിന്നെ മല്ലിയിലയുടെ വേരും. മല്ലിയില വാങ്ങിക്കുമ്പോൾ വേരുള്ള മല്ലിയില തന്നെ വാങ്ങിക്കണം. ചിലയിടത്ത് മല്ലിയിലയുടെ വേര് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ട് മാത്രമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യം വേരാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ളത് നോക്കി വാങ്ങിക്കുക. ഇപ്പം അത് കിട്ടിയില്ല എന്ന് കരുതി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ പൗർണമി പ്രയോജനപ്പെടുത്തും എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അധികമായി അനുഗ്രഹിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. പൗർണമി ദിനത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഈ അടുത്ത ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കട്ടെ. നമ്മുടെ വൈകുണ്ഠത്തിന് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അധികമായി ഉണ്ടാകട്ടെ. അതായത് ഭഗവാനിലേക്ക് ഭഗവത് ഭക്തിയുള്ള കുറേ ആളുകളുടെ കൂട്ടായ്മയാണ് നമ്മളുടെ ഈ വൈകുണ്ഠം. ആ വൈകുണ്ഠത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ സ്നേഹമുള്ള കുറച്ച് ആൾക്കാരാണ്. ദൈവവിശ്വാസികളായ കുറച്ച് മനുഷ്യരുടെ ഒരു ഒന്നിച്ചിരുന്ന് എന്തൊക്കെയോ നമ്മൾ ദൈവഭക്തിക്ക്, ദൈവത്തിനെ മാത്രം കുറിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതിനപ്പുറത്തോട്ട് എല്ലാം ഭഗവാനാണ് നമുക്ക് സർവ്വവും, അല്ലേ? അപ്പോൾ ആ ഭഗവാനോട് ഭഗവത്പാദത്തിൽ നമ്മൾ സർവ്വ ദുഃഖങ്ങളും സമർപ്പിച്ച്, സർവ്വ ആഗ്രഹങ്ങളും സമർപ്പിച്ച് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ആരോഗ്യ സൗഖ്യങ്ങളും നേടിയെടുക്കുക. അപ്പോൾ എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ വേഗത്തിൽ പറഞ്ഞു പോയത്, ലാഗ് ഉണ്ടാകാതെ വേഗത്തിൽ പറയണം എന്ന് ചില കമൻറ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു 10 മിനിറ്റ് എടുത്ത് ഈ വീഡിയോ വിശദമായി കേട്ടതിന് ശേഷം ഈ ഉള്ളതിന് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.